പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വർഷം NMMS പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും. ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള സൗരയൂഥം എന്ന് പറയുന്ന അഥവാ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന പാഠഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് സൗരയൂഥം എന്ന് പറയുന്നത്? സാധാരണ രീതിയിൽ സൗരയൂഥത്തെ കുറിച്ച് നാം സംസാരിക്കാറുള്ളത് സൂര്യനും അതിൻ്റെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അടങ്ങുന്ന ഒരു സമൂഹത്തെയാണ്, അഥവാ സൂര്യ കേന്ദ്രീകൃതമായിട്ട് വിവിധ ഓർബിറ്റുകളിൽ കറങ്ങുന്ന ധാരാളം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ അടങ്ങിയ ഒരു സമൂഹത്തെയാണ് സൗരയൂഥം എന്ന് പറയുന്നത്. സൂര്യനും അതിൻ്റെ ഗുരുത്വാകർഷണത്താൽ അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് 8 ഗ്രഹങ്ങളും സൗരയൂഥത്തിൽ നിലവിലുണ്ട്. ആ ഗ്രഹങ്ങളുടെ 160ഓളം ഉപഗ്രഹങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ ധാരാളം ഉൽക്കകള്, വാൽനക്ഷത്രങ്ങള്, ഇതൊക്കെ സാധാരണ രീതിയിൽ ഈ സൗരയൂഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭീമൻ തന്മാത്രാ മേഘത്തിൽ നിന്നാണ് ഇവ രൂപം കൊണ്ടത് എന്നാണ് ചരിത്രം പറയുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ഇവയാണ് പ്രധാനപ്പെട്ട 8 ഗ്രഹങ്ങൾ. ഈ ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളും ധാരാളം വാൽനക്ഷത്രങ്ങളും ഉൽക്കകളും ഒക്കെ ചേർന്ന ഒരു സമൂഹത്തെയാണ് സാധാരണ രീതിയിൽ സൗരയൂഥം എന്ന് പറയുന്നത്. വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗരയൂഥത്തിലെ വിവിധ ഗ്രഹങ്ങളെ നാം കണക്കാക്കി കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് നോക്കുമ്പോൾ ആദ്യം ബുധൻ, ചൊവ്വ, ശുക്രൻ, ഭൂമി, നെപ്റ്റ്യൂൺ, യുറാനസ്, ശനി, വ്യാഴം എന്ന രീതിയിൽ നമുക്ക് ക്രമീകരിക്കാനാകും. ഇതിൽ തന്നെ ചിലത് അന്തർഗ്രഹങ്ങളാണ്. എന്താണ് ഈ അന്തർഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ പോലെയുള്ള ഘടനയിൽ ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങളെയാണ് അന്തർഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ ഈ സൗരയൂഥത്തിൻ്റെ ഘടനയെക്കുറിച്ചോ അതിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ചൊന്നും ജനങ്ങൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ സെൻറ്റർ പോയിൻ്റ് അഥവാ കേന്ദ്ര ഭാഗം എന്ന് പറയുന്നത് ഭൂമിയും ഭൂമിക്ക് ചുറ്റുമാണ് സൂര്യനടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിലനിന്നിരുന്നത് എന്നായിരുന്നു പണ്ടുണ്ടായിരുന്ന വിശ്വാസം. എന്നാൽ പിന്നീട് ഗ്രീക്ക് ചിന്തകനായിട്ടുള്ള അരിസ്റ്റാർക്കസ് എന്ന് പറയുന്ന ചിന്തകൻ ആദ്യമായിട്ട് സൗരകേന്ദ്ര പ്രപഞ്ച സിദ്ധാന്തം അവതരിപ്പിച്ചു. പിന്നീട് നിക്കോളാസ് കോപ്പർനിക്കസും ഗലീലിയോ ഗലീലി, ജോഹന്നാസ് കെപ്ലർ, ഐസക് ന്യൂട്ടനെ പോലെയുള്ള ആളുകൾ ഇത് വിശദീകരിക്കുകയും ചെയ്തു. അതോടുകൂടെ മറ്റു ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ തന്നെയാണ് ഭൂമിക്കും ബാധകമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സൂര്യനും അതിനു ചുറ്റും മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങളെയാണ് ആന്തര സൗരയൂഥ ഗ്രഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെ പരിചയപ്പെടാം. ആദ്യമായിട്ട് ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും ഇതുതന്നെയാണ്. അപ്പോൾ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. മാത്രമല്ല, സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം കൂടിയാണ് ബുധൻ. ബുധന് സ്വന്തമായിട്ട് ഒരു ഉപഗ്രഹവുമില്ല. അഗാധമായിട്ടുള്ള ധാരാളം ഗർത്തങ്ങളും ഉയർന്നു നിൽക്കുന്ന ധാരാളം വരമ്പുകളും നമുക്ക് ബുധനിൽ കാണാൻ കഴിയും.
ബുധൻ്റെ മറ്റൊരു പ്രത്യേകത, ബുധന് സ്വന്തമായിട്ട് ഒരു അന്തരീക്ഷമില്ല. സൗരവാദം ഇതിൻ്റെ അന്തരീക്ഷത്തെ അടിച്ചു തെറിപ്പിച്ചിരിക്കുന്നു. ഇരുമ്പിൻ്റെ കോർ ആണ് ഏറ്റവും കൂടുതൽ ഇതിലുള്ളത്. അടുത്തത് ശുക്രനാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ശുക്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയുടെ അതേ വലിപ്പമുണ്ട് ശുക്രന്. കട്ടി കൂടിയ സിലിക്കേറ്റ് ഭൂവൽക്കവും ഇരുമ്പ് കൊണ്ടുള്ള അകക്കാമ്പുമാണ് ശുക്രനുള്ളത്. ശുക്രന് പ്രകൃതിദത്തമായ ഉപഗ്രഹം ഇല്ല. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ്. ഏകദേശം 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് ഇതിൻ്റെ ഉപരിതല താപനില. അടുത്തത് നമുക്ക് ഭൂമിയെയാണ് പരിചയപ്പെടാനുള്ളത്. സൂര്യനിൽ നിന്ന് ഒരു ജ്യോതിർമാത്ര അകലെ കിടക്കുന്ന ഭൂമിയാണ് ആന്തരഗ്രഹങ്ങളിലെ ഏറ്റവും വലുതും ഏറ്റവും സാന്ദ്രത കൂടിയതുമായ ഭൂമി. അറിയപ്പെട്ടിടത്തോളം സൗരയൂഥത്തിലെ ജീവനുള്ള ഏക ഗ്രഹമാണ് ഭൂമി. ദ്രവരൂപത്തിലുള്ള ജലമണ്ഡലവും ഫലകചലനങ്ങളും ഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 21% സ്വതന്ത്ര ഓക്സിജൻ അടങ്ങിയ അന്തരീക്ഷം ഭൂമിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പും സാധ്യമാണ്. മാത്രമല്ല, ഭൂമിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായിട്ടൊരു ഉപഗ്രഹമുണ്ട്. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചൊവ്വ ഭൂമിയേക്കാളും ശുക്രനേക്കാളും ചെറുതാണ്. പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ഒരു അന്തരീക്ഷമാണ് ചൊവ്വക്കുള്ളത്. ചൊവ്വയുടെ മണ്ണിലുള്ള ഇരുമ്പ് ഓക്സൈഡ് അതിന് ചുവപ്പ് നിറം നൽകുന്നു. വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം, ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം എന്നീ പ്രത്യേകതകൾ വ്യാഴത്തിനുണ്ട്. ഗാനിമിഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. ശൈത്യഗ്രഹം എന്ന പേരിലും വ്യാഴം അറിയപ്പെടുന്നുണ്ട്. അടുത്തത് നമുക്ക് പരിചയപ്പെടാനുള്ളത് ശനി. ശനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി. ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹവും ശനി തന്നെയാണ്. വളയം ഉള്ള ഗ്രഹം, പ്രധാനപ്പെട്ട ഉപഗ്രഹമാണ് ടൈറ്റാൻ, അഥവാ വളയമുള്ള ഗ്രഹം എന്ന പേരിൽ ശനി അറിയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപഗ്രഹമാണ് ടൈറ്റാൻ. യുറാനസ്, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭ്രമണപഥത്തിൽ ഏറ്റവും ചരിഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. മാത്രമല്ല, പച്ച നിറമുള്ള ഗ്രഹം കൂടിയാണ് യുറാനസ്. അടുത്തത് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ്. വേഗത കുറഞ്ഞ പരിക്രമണം, അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വർഷമുണ്ടാകുന്നു. ഏറ്റവും താപനില കുറഞ്ഞ ഗ്രഹം കൂടിയാണ് നെപ്റ്റ്യൂൺ. അടുത്തത് സൂര്യനും ഭൂമിയും ചന്ദ്രനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ സ്ഥാനമാണ് പെരിഹീലിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജനുവരി 3-നാണ് ഇത് സംഭവിക്കുന്നത്. അഥവാ സൂര്യന് ചുറ്റും ഭൂമി ഭ്രമണം ചെയ്യുന്നതിനിടയ്ക്ക് സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്ത് വരുന്ന ഒരു ദിവസമാണ് പെരിഹീലിയൻ. അത് ജനുവരി 3-ആണ്. സൂര്യനിൽ നിന്ന് വളരെ അകലെയുള്ള ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ സ്ഥാനമാണ് അപ്പിഹീലിയോൺ. അഥവാ ജൂലൈ 4-നാണ് ഇത് സംഭവിക്കുന്നത്. നമുക്കറിയാം, ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് നാം ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെ പരിക്രമണം എന്നും വിളിക്കുന്നു. സൂര്യന് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാകാൻ ഭൂമിക്ക് 365 ദിവസവും 6 മണിക്കൂറുമാണ് വേണ്ടത്. അഥവാ നമുക്ക് ഒരു വർഷം ലഭിക്കണമെങ്കിൽ സൂര്യന് ചുറ്റും ഭൂമി ഒരു തവണയെങ്കിലും പരിക്രമണം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഭൂമിയുടെ പരിക്രമണം പൂർത്തീകരിക്കാനുള്ള സമയം എന്ന് പറയുന്നത് 365 വർഷം എന്നാണ് നാം സാധാരണ രീതിയിൽ പറയാറുള്ളത്. അഥവാ 365 ദിവസവും 6 മണിക്കൂറുമാണ് വേണ്ടത്. അഥവാ സൂര്യന് ചുറ്റും ഭൂമി ഒരു പ്രാവശ്യം
പരിക്രമണം നടത്താനുള്ള സമയമാണ് 365 ദിവസവും 6 മണിക്കൂറും. അഥവാ നമുക്ക് ഒരു പരിക്രമണത്തിലൂടെ, ഭൂമിയുടെ ഒരു പരിക്രമണത്തിലൂടെ ഒരു വർഷം ലഭ്യമാകുന്നു. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ചുറ്റും ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുന്നു. അഥവാ ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങി ഒരു പ്രാവശ്യം കഴിയാൻ ഏകദേശം 24 മണിക്കൂറാണ് എടുക്കുന്നത്. 24 മണിക്കൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം എടുക്കുന്നു. അപ്പോൾ ഭ്രമണം മൂലം നമുക്ക് ഒരു ദിവസവും പരിക്രമണം മൂലം നമുക്ക് ഒരു വർഷവും ലഭിക്കുന്നു. അടുത്തത്, എങ്ങനെയാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നത്. ആ സമയത്താണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. ഒരു പ്രാവശ്യം കൂടി വിശദീകരിക്കാം. ഭൂമിക്കും സൂര്യനുമിടയിൽ, ഭൂമി സൂര്യൻ ഇതിനിടയിൽ എപ്പോഴാണ് ചന്ദ്രൻ കടന്നു വരുന്നത്? ഈ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. ഇതുമൂലമാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. അടുത്തത് ചന്ദ്രഗ്രഹണം. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു. ആ സമയത്താണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. അഥവാ സൂര്യനും ചന്ദ്രനും ഇടയിൽ എപ്പോഴാണോ ഭൂമി വരുന്നത്, ഈ സമയത്ത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുകയും അങ്ങനെ ചന്ദ്രഗ്രഹണം ഉണ്ടാവുകയും ചെയ്യുന്നു.